ഇലക്ട്രോ കളരിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പഴയ ലാപ്ടോപ്പുകൾ പൊതുവെ സ്ലോ ആയിരിക്കും. അത്തരം സ്ലോ ആയി വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പുകൾ എങ്ങനെ ഫാസ്റ്റ് ആക്കാം, അതിൻ്റെ സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാപ്ടോപ്പുകളിൽ നിലവിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ടിപ്പ് കൂടെ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ടിപ്പ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു പഴയ ലാപ്ടോപ്പാണ്. സോണിയുടെ ഏകദേശം പഴയൊരു മോഡൽ ലാപ്ടോപ്പാണ്. മോഡൽ PCG 61A11W എന്ന് പറയുന്ന ഒരു മോഡലാണ്. വളരെ പഴയൊരു മോഡലാണ്. ഈ സിസ്റ്റത്തിൻ്റെ സ്പീഡാണ് ഇനി നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ബയോസ് കോൺഫിഗറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണാം സിസ്റ്റം മെമ്മറി 2048 MB, അതായത് 2 GB ആണ്. സിസ്റ്റം ഹാർഡ് ഡിസ്ക് ഏകദേശം 320 GB ആണ്. അതിൻ്റെ ഡീഫാൾട്ട് ഇൻബിൽറ്റ് ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് 320 GB ആണ്. സിസ്റ്റം ഓൺ ചെയ്ത് സിസ്റ്റം പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം സിസ്റ്റത്തിൻ്റെ ഡീഫാൾട്ട് കോൺഫിഗറേഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അപ്പോൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ അകത്ത് Windows 7 പ്രൊഫഷണൽ എഡിഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.1 GHz ഉള്ള Core i3 പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 GB RAM ആണ് ഇൻബിൽറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇനി ആ സിസ്റ്റത്തിൻ്റെ തന്നെ സിസ്റ്റം മാനേജറിൽ പോയിട്ട് അതിൻ്റെ ഡിസ്ക് മാനേജ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻബിൽറ്റ് വന്നിരിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് 2 ഹാർഡ് ഡിസ്കുകൾ കാണാം. ഒന്ന് നമ്മുടെ പെൻഡ്രൈവ് ആണ്, രണ്ടാമത്തത് താഴെ കാണുന്നത് നമ്മുടെ പെൻഡ്രൈവ് ആണ്, മുകളിൽ കാണുന്ന അത് ഹാർഡ് ഡിസ്കിൻ്റെ വ്യത്യസ്ത ഡ്രൈവുകളാണ് കാണുന്നത്. ഹാർഡ് ഡിസ്ക് 320 GB ആയിട്ട് നമുക്കവിടെ മുകളിൽ പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാം. ഈ ഡീഫാൾട്ട് വരുന്ന 2 GB റാമിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 4 GB റാം കൂടെ ആഡ് ചെയ്യാനാണ് പോകുന്നത്. PC3 10600 എന്ന് പറയുന്ന DDR3 റാമാണ് ഇതിന് ഡീഫാൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ കോൺഫിഗറേഷൻ നോക്കിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം. DDR3 എന്ന് പറയുന്ന ഈ 4 GB റാമിന് പ്രൈസ് വരുന്നത് 2500 മുതൽ 3000 രൂപ വരെയാണ്. ഇവിടെയാണ് റാമിൻ്റെ സ്ലോട്ട് വരുന്നത്. നമുക്കിനി റാം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ലാപ്ടോപ്പിലും 2 സ്ലോട്ട് കാണും റാമുകൾക്കായിട്ട്. സാധാരണ അതിൽ ഒരു റാം ആയിരിക്കും ഉണ്ടാവുക. സാധാരണ 4 GB ഒരു സ്റ്റിക്ക് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 2 GB ഒരു സ്റ്റിക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്ലോട്ടിലേക്കാണ് നമ്മൾ 4 GB റാം ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. പഴയ റാമിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫംഗസോ പൊടിയോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്ലീൻ ആവും. ഇൻബിൽറ്റ് 2 GB റാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4 GB കൂടെ നമുക്ക് ആ സ്ലോട്ടിൽ ആഡ് ചെയ്യാം. പുതുതായി പർച്ചേസ് ചെയ്ത 4 GB റാമാണ് ഇത്. സാംസങ്ങിൻ്റെ റാമാണ്. 1 ഇയർ വാറൻറ്റി ഉണ്ട്. 2900 രൂപയോളം വില വന്നിട്ടുണ്ട്. ഈ ഒരു ഡിമാൻഡുള്ള സാധനം ആയതുകൊണ്ടാണ് ഇത്രയും വില വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്ലോട്ടിലേക്ക് 4 GB റാമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, താഴത്തെ സ്ലോട്ടിൽ. ഇനി മുകളിലുള്ള സ്ലോട്ടിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 2 GB റാം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലുള്ള സ്ലോട്ടിൽ നമുക്ക് 2 GB റാം, നേരത്തെ ഉണ്ടായിരുന്ന 2 GB റാം ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ റാം നമ്മൾ 6 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ആദ്യം തന്നെ റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താൻ പോകുന്നത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. അതായത് നോർമലി എല്ലാ ലാപ്ടോപ്പുകളിലും നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്നത് ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അതായത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, HDD എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള HDD മാറ്റിയിട്ട് SSD ആണ് ഞാനിതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു SSD ആണ്. WD എന്ന കമ്പനിയുടെ SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും.
HDDയേക്കാളും ഒരു 8 മുതൽ 10 മടങ്ങ് സ്പീഡ് കൂടുതലുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുതലുള്ള സ്റ്റോറേജ് മീഡിയകളാണ് ഈ SSD ഡ്രൈവുകൾ. 450 GB SSD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 6500 രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നത്. ഇത് HDD എന്ന് പറയുന്ന സാധാരണ ഹാർഡ് ഡിസ്ക് ആണ്. ഈ സ്ഥാനത്തേക്കാണ് നമ്മൾ SSD റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇത് പുറത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ സൈഡിലുള്ള സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ആ സ്ട്രിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണ്. നമുക്ക് ഇതിൻ്റെ ഫ്രെയിം റിമൂവ് ചെയ്തിട്ട് SSDയിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. SSD ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രെയിമിൻ്റെ അകത്ത് SSD വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ സ്ലോട്ടിൽ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ സ്ലോട്ടിലേക്ക് ഇത് പ്രോപ്പറായിട്ട് ആ സ്ലോട്ടിലേക്ക് ഇറക്കി വെക്കാൻ കഴിയത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. WD എന്ന കമ്പനിയുടെ 2.5 ഇഞ്ച് സൈസിലുള്ള 450 GB കപ്പാസിറ്റിയുള്ള സാറ്റ സ്റ്റാൻഡേർഡിൽ വരുന്ന സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്, അതായത് HDDൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഒരുതരം മെക്കാനിക്കൽ സിസ്റ്റമാണ്. മെക്കാനിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ HDD പൊതുവെ സ്ലോ ആയിരിക്കും. ഈ SSD HDDനേക്കാളും ഏകദേശം 8 മുതൽ 10 മടങ്ങ് വരെ സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ അതിൻ്റെ അകത്ത് ഒരു പ്രൈമറി സ്റ്റോറേജ് മീഡിയ ആയിട്ട് ഈ SSD ഉപയോഗിക്കുകയാണെങ്കിൽ ആ SSDയിലേക്ക് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും അതിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സാധാരണ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ HDD ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ സ്മൂത്തായി ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ SSD ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. ഇനി ഈ SSD ലാപ്ടോപ്പിൻ്റെ നേരത്തെ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്ന സ്ലോട്ടിലേക്ക് ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മാറ്റിവെച്ച ഹാർഡ് ഡിസ്കിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഫ്രെയിം അഴിച്ചു മാറ്റി ഈ നമ്മുടെ പുതിയ SSDൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് സ്ലോട്ടിൽ ഈ ഒരു SSD പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന 320 GB ഹാർഡ് ഡിസ്ക് ആണ്, അതായത് HDD ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ ഒരു ഫ്രെയിം നമുക്ക് SSDൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 2.5 ഇഞ്ച് സ്റ്റാൻഡേർഡ് സൈസിലുള്ളതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ അയച്ച ഫ്രെയിം വളരെ കൃത്യമായിട്ട് വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് ആ SSDൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഫ്രെയിം SSDൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ഫ്രെയിം അടക്കം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് സ്ലോട്ടിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ്.